ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം കൂരിയാട് ഭാഗത്താണ്. കൂരിയാട് റോഡ് തകർന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ശേഷം ഇപ്പൊ പുതുതായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മണ്ണെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന്, ഈ ഭാഗത്തുനിന്ന്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ റോഡ് മണ്ണിടിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, ലൈവ് വീഡിയോ ചെയ്തിരുന്നു. വളരെ കുറഞ്ഞ പേരാണ് നമ്മുടെ ചാനൽ അന്ന് കണ്ടിട്ടുള്ളത്. റീച്ച് വളരെ കുറവായിരുന്നു. അതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് കൊണ്ടായിരിക്കാം, വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം വളരെ കുറഞ്ഞ ആളുകളെ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പൊ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് തരിക. എന്നാൽ മാത്രമാണ് നമ്മുടെ യാത്രകൾ മുന്നോട്ട് പോകുകയുള്ളൂ. അതിനാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ എന്താണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ റോഡ് വർക്ക് നടക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. തകർന്ന റോഡ് കാണാം നമുക്ക്. ഇവിടെ ടാറിങ് വരെ കഴിഞ്ഞ ഭാഗമാണ്, അവര് വീണ്ടും പൊളിച്ചെടുക്കുകയാണ്. ഒറ്റ മഴ പെയ്തപ്പോഴേക്കും നമ്മുടെ കൂരിയാട് പാടത്തിന്റെ അവസ്ഥ ഇതാണ്. വെള്ളം കയറി ഇരിക്കുകയാണ്. വെള്ളം കയറുന്ന ഈ പാടത്താണ് അവര് ഒട്ടും പ്രായോഗികമല്ലാത്ത രീതിയിലുള്ള വർക്കുകൾ നടത്തിയത്. അശാസ്ത്രീയമായിട്ടുള്ള വർക്കുകൾ എന്ന് പറയാം. ആ ഒരു കാരണത്താൽ ആണ് ഇങ്ങനെയുള്ള ഒരു അപകടം ഇവിടെ സംഭവിച്ചത്. ടാർ ചെയ്ത ഭാഗങ്ങള് അവര് വീണ്ടും പൊളിച്ചെടുക്കുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്തൊക്കെ ടാർ ചെയ്തിരുന്നു, അതൊക്കെ പൊളിച്ചെടുക്കുകയാണ് ഇപ്പോൾ വീണ്ടും ചെയ്യുന്നത്. വലിയ ഗർത്തം രൂപപ്പെട്ട ഭാഗത്തു നിന്നാണ് ഇപ്പൊ മണ്ണൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ കാണാം വിണ്ട് കീറിയ പോലെ ഇങ്ങനെ കാണുന്നത്. ഒറ്റ മഴ പെയ്തപ്പോഴേക്കും കൂരിയാട് പാടം ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയൊരു പാടത്ത് വെള്ളം നിൽക്കുമ്പോൾ ഒട്ടും പ്ലാനിങ് അല്ലാത്ത രീതിയിലാണ് ഇവിടെ വർക്ക് നടത്തിയെന്നാണ് ഇവിടെ വന്ന് പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാരും മറ്റു ആളുകളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഈ ഭാഗത്ത് ഒട്ടും അനുയോജ്യമല്ല ഈ രീതിയിലുള്ള കട്ട വെച്ചുള്ള വർക്ക് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് റോഡ് പൂർണ്ണമായിട്ടും തകർന്നു പോയത്. ഇവിടെ വലിയൊരു രീതിയിൽ തന്നെ താഴ്ന്നത് കാണാം നമുക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകൾ ഈ ഭാഗത്തേക്ക് ഒട്ടും അനുയോജ്യമല്ല എന്നുള്ള ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് പഠിച്ച് ഇപ്പോൾ ചാനലിലൊക്കെ ചർച്ചയിലൊക്കെ നമ്മൾ പറയുന്നത് കേട്ടു. അപ്പോൾ ഇവിടെ പാലം വരാനാണ് സാധ്യത. ഇനി പാലത്തിന് വേണ്ടിയുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഏകദേശം 2 വർഷത്തോളം എടുക്കുമെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് അറിയില്ല. ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് കൊണ്ടുവന്നിടുന്നുണ്ട്, പുതുതായിട്ട് മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഇറ്റാച്ചിയൊക്കെ കാണുന്നുണ്ട്. തകർന്ന ഭാഗത്ത് വീണ്ടും മണ്ണ് കൊണ്ടുവന്ന് റോഡ് ഫില്ല് ചെയ്യുന്നുണ്ട്. താൽക്കാലികമായിട്ട് യാത്ര പോകാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണോന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല. ഇവിടെയൊക്കെ കാണാം നമുക്ക് ഒരു KNRCLന്റെ ലോറിയനാണ് ഇവിടെ വന്നിട്ട് മണ്ണ് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ഭാഗത്തൊക്കെ റോഡ് പൊളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ കമ്പികളൊക്കെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണാം. മഴ പെയ്ത് വെള്ളം ഇതിന്റെ സെന്റർ ഭാഗത്തേക്ക് വന്ന് ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും റോഡ് വീണ്ടും വീണ്ടും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കാണാം, ഓൺ ദി സ്പോട്ടിൽ നമ്മൾ ലൈവ് ചെയ്യാൻ വന്ന സമയത്തൊന്നും ഇത്ര താഴ്ന്നിട്ടില്ലായിരുന്നു. അതിന്റെ ശേഷം വീണ്ടും വലിയ രീതിയിൽ ഇവിടെ താഴ്ച വന്നിട്ടുണ്ട്. അങ്ങോട്ടുള്ള ഭാഗത്ത് അവിടെ ഒരു പൈപ്പോ എന്തോ ഒരു വയറൊക്കെ മാർക്ക് ചെയ്ത് ഇത് വെച്ച് കാണാം. നമുക്ക് ഒരു മഞ്ഞ പൈപ്പ് കാണുന്നുണ്ട്. അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാ അവിടെ പുതുതായിട്ട് ഒരു കരഭാഗം രൂപപ്പെട്ടത് കാണാം നമുക്ക് ആ സൈഡിൽ. അത് ഇതിൻ്റെ തള്ളലിൻ്റെ ശക്തി കൊണ്ട് അങ്ങോട്ട് മാറിയതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഒരു പാടത്തിൻ്റെ അത്രയും ഇവിടെ വെയിറ്റ് വന്നതുകൊണ്ട് പാടത്ത് പുതുതായിട്ട് ഒരു കരഭാഗം രൂപപ്പെട്ടതാണ്. കേരളത്തിൽ 6 മാസം എങ്ങനെയായാലും മഴ ഉണ്ടാവുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന കമ്പനികൾ ഇവിടെയുള്ള ആളുകളുടെ വാക്കുകളൊന്നും കേൾക്കാതെ ചെയ്തു എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങളൊക്കെ പറയുന്നത്. നാട്ടുകാരുടെ ഇവിടെയുള്ള ആളുകളൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് വർക്ക് ചെയ്താണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലുമാണ് ഇങ്ങനെയുള്ള മണ്ണ് കെട്ടി
ഒക്കെയുള്ള വർക്കുകൾ നടന്നിട്ടുള്ളത്. അതിൽ പകുതി ഭാഗത്തും ഇപ്പോൾ വിണ്ട് കീറിയതായിട്ടുള്ള ഒരു വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗത്താണ് ഒരു ഭൂമികുലുക്കൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാല്. പാടം കണ്ടില്ലേ, വെള്ളം നിറഞ്ഞിങ്ങനെ നിൽക്കണം. ഒറ്റ മഴ ഏകദേശം ഒരു 2 ദിവസത്തെ 3 ദിവസത്തെ മഴ പെയ്തപ്പോഴേക്കും ഇങ്ങനെ ആയി. അപ്പോൾ ഇവിടെ ശരിക്കും പാലമാണ് വരേണ്ടത്. ഒരു വയഡക്റ്റ് പാലമാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവിക്കില്ലായിരുന്നു. പൈലിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു അടിപൊളി പാലം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരും എന്തെങ്കിലും അഴിമതി നടത്തി എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഒരു പത്രത്തിന്റെ റിപ്പോർട്ട് കണ്ടിരുന്നു. അപ്പൊ KNRCL കമ്പനി ഡീബാർ ചെയ്തു എന്നുള്ള, ഡീബാർ ചെയ്യുക പറഞ്ഞാല് ഒഴിവാക്കി എന്നാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല. ഇതിന് മുന്നേയും KNRCL കമ്പനീനെ ഡീബാർ ചെയ്തിട്ടുണ്ട് 2 പ്രാവശ്യം. അതിന് ശേഷമാണ് ഇപ്പൊ ഇവർ ഈ വർക്കുകളൊക്കെ വീണ്ടും എടുത്തിട്ടുള്ളത്. ഡീബാർ ചെയ്ത് സമയത്തുണ്ടാകുന്ന എഞ്ചിനീയർമാരും മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കാണ് സസ്പെൻഷനും അവരെ ഒഴിവാക്കുന്നൊക്കെ. കമ്പനിക്കൊന്നും സംഭവിക്കില്ല. അവർ രാഷ്ട്രീയപരമായിട്ട് വീണ്ടും ഇടപെട്ട് വീണ്ടും ടെൻഡറുകളിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ ഇതിന് മുന്നേയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അപ്പോൾ ആ റിപ്പോർട്ടിൽ തന്നെ കാണാൻ സാധിച്ചത് ഏകദേശം ഒരു 6 മാസമെങ്കിലും എടുക്കും ഇവിടെ നിന്നുള്ള മണ്ണ് ഫുള്ളായിട്ട് എടുത്തൊഴിവാക്കി പുതിയ രീതിയിലുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് ഇപ്പോഴുള്ള സർവീസ് റോഡിൻ്റെ ഒരു കാഴ്ച. ഇവിടെയുള്ള ഫുള്ള് കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ താഴേക്ക് പൊട്ടിച്ച് ഇട്ടത് കാണാം. ഇവിടെ ഫുള്ളായിട്ട് സർവീസ് റോഡിൽ മണ്ണും കല്ലും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് കാണാം. ഇങ്ങോട്ടുള്ള ഭാഗത്ത് കണ്ടില്ലേ, പാടം ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞു. ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ടായതേ, ഇതൊക്കെ വെള്ളത്തിൽ മൂടി കിടക്കുകയാണ്. വീണ്ടും ഇവിടെ പൈലിംഗ് ഒക്കെ ചെയ്ത് പുതിയ രീതിയിലുള്ള വയഡക്റ്റ് പാലൊക്കെ വരുമ്പോഴേക്കും ഏകദേശം ഒരു 2 വർഷമെങ്കിലും ശരിക്കും എടുക്കുന്നതാണ്. അതുവരേക്കും നമുക്ക് ഈ വഴിയുള്ള കോഴിക്കോട് ഭാഗത്തേക്കുള്ള യാത്രകൾ തീർത്തും ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ജനങ്ങളാണ്. നമ്മളെ നികുതി പണവും നഷ്ടപ്പെടുന്നു, നമ്മുടെ സമയവും നഷ്ടപ്പെടുന്നു. വളരെ പ്രതീക്ഷയോടെ വളരെ കാലത്തിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഹൈവേന്റെ പദ്ധതി വന്നത്. അതിങ്ങനെയുള്ള ഒരു രീതിയിലേക്കായി മാറിയത് വളരെ സങ്കടം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഏറ്റവും അവസാനത്തിലെത്തിയൊരു ഭാഗം കൂടെ ആയിരുന്നു, ടാറിങ് ഒക്കെ കഴിയാറായൊരു ഭാഗം കൂടെ ആയിരുന്നു. ആ സമയത്ത് ഇത് പൊട്ടി വീഴുന്ന സമയത്താണ് നമ്മൾ ഇവിടുത്തെ അവസാന ഘട്ടത്തിലേക്കുള്ള വർക്ക് എത്തിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വരെ ചെയ്തായിരുന്നു. ആ ദിവസമാണ് ഈ റോഡ് പൊട്ടി വീണത്. അങ്ങനെ ഒരു തമാശയും കൂടെ ഉണ്ടായി. ഇവിടെ കാണാം ക്രാഷ് ബാരിയർ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇത് പൊട്ടിച്ച് കൂട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള കല്ലും മണ്ണൊക്കെ എടുത്തുകൊണ്ടാ വന്ന ലോറികളാണിത്. ഇവിടെ ഇങ്ങനെ ഇറ്റാച്ചി വെച്ചുകൊണ്ട് ഇവിടുത്തെ റോഡ് വീണ്ടും മാന്തി എടുക്കുന്നുണ്ട്. ത്തേക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല തോന്നുന്നേ. പക്ഷെ വാഹനങ്ങൾക്കൊന്നും ഇപ്പം അടുത്ത കാലത്തൊന്നും പോകാൻ പറ്റും തോന്നുന്നില്ല. അപ്പം ഇവിടെ വീണ്ടും ഇവിടെയുള്ള ക്രാഷ് ബാരിയറുകളൊക്കെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു വർക്കാണ് നടക്കുന്നത്. ഇനി ഇവിടെയുള്ള മണ്ണ് നീക്കുന്ന വർക്കാണ് അടുത്തതായിട്ട് നടക്കാനുള്ളത്. അപ്പം ഇന്നും കുറച്ച് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ഇതിൻ്റെ കാര്യത്തെ പറ്റി വിലയിരുത്തും. അത് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചത്.
റോഡ് ഈ ഭാഗത്തോട്ട് ചെരിഞ്ഞത് കൊണ്ട് ആയിരിക്കാം ഈ ഭാഗത്താണ് ഇവരിപ്പോ മണ്ണ് ഫില്ല് ചെയ്യുന്നത്. അത് ഫില്ല് ചെയ്തുകൊണ്ട് എന്തോ ചെയ്യുന്നുണ്ട്. റോഡ് ശരിയാക്കി എടുക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അവിടെ കൊണ്ടുവന്ന് മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട്. താൽക്കാലികമായെങ്കിലും ഇതിലൂടെ വാഹനങ്ങൾ പോയാൽ വളരെ നല്ലതായിരിക്കും. ഇവിടെ കണ്ടില്ലേ, ഈ നെറ്റ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ കല്ലുകളൊക്കെ നിൽക്കുന്നത് തോന്നുന്നത്. അവിടെ നിന്ന് സൈഡ് ഭാഗത്തു നിന്നൊക്കെ മണ്ണ് ഒഴുകി പോയിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ചൊക്കെ ഈ നെറ്റിൻ്റെ ഒരു പിടുത്തത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഴ് ഭാഗത്ത്. അതോ ഇനി കൂടുതൽ ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണോ എന്ന് അറിയില്ല. അവരിപ്പോൾ അങ്ങനെയുള്ളൊരു വർക്കാണ് അവിടെ ചെയ്യുന്നത്. കുറച്ചുകൂടെ ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇവിടെയാണ് അടച്ചു വെച്ച് കാണാൻ ഫ്രഷ് ബാരിയർ പൊളിച്ച് താഴെ കിട്ടുന്നതാണ്. അവിടുന്ന് കണ്ട പോലെ തന്നെ ഈ ഭാഗത്തും പാടം വെള്ളം മൂടി നിൽക്കുന്നത് കാണാം. അപ്പൊ ഇതാണ് നമ്മളെ കൂരിയാട് ഭാഗത്ത് ഇപ്പോഴുള്ളൊരു അവസ്ഥ കാണാം നമുക്ക്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.